അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 തസ്കിയത്തുൽ വിൽദാൻ 4ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. ക്ലാസ് 8 തസ്കിയ ഓരോ പാഠങ്ങളും അറബിയിലായതുകൊണ്ട് ആ പാഠങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം വേണം നമുക്ക് അതിൻ്റെ തദ്രീബാത്ത് നോക്കാൻ. അപ്പം നമുക്കാദ്യം ഈ പാഠത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അൽ വഹദത്തുർ റാബിഅ 4ാമത്തെ പാഠം ളിയാഫത്തുൻ അജ്ബല്ലാഹു മിൻഹാ, അതായത് അള്ളാഹു അത്ഭുതപ്പെട്ട വിരുന്ന് സൽക്കാരം. 1ാമത്തെ പാരഗ്രാഫ് നോക്കൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്ന് പറഞ്ഞു, ഞാൻ വിശന്നു വലഞ്ഞ ഒരു വ്യക്തിയാണ്. നബി തങ്ങൾ അദ്ദേഹത്തെ തൻ്റെ ഒരു ഭാര്യയുടെ അടുത്തേക്ക് ആളെ അയച്ചു. അവർ പറഞ്ഞു, അതുവുമായി അങ്ങയെ നിയോഗിച്ച നാഥൻ സാക്ഷി, എൻ്റെ അടുക്കൽ വെള്ളമല്ലാതെ ഒന്നുമില്ല. പിന്നീട് നബി തങ്ങൾ മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് ആളെ വിട്ടു. അവരും അതേ മറുപടി പറഞ്ഞു. എല്ലാ ഭാര്യമാരും പറഞ്ഞു, ഇവിടെ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഇദ്ദേഹത്തെ ഇന്ന് രാത്രി വിരുന്നൂട്ടുക? അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ ഞാൻ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. അദ്ദേഹം വിരുന്നുകാരനെയുമായി വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയെ സൽക്കരിക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത്, നിന്റെ അടുക്കൽ വല്ലതുമുണ്ടോ എന്ന് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു. അവർ പറഞ്ഞു, കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. ഭർത്താവ് പറഞ്ഞു, കുട്ടികളോട് നീ വല്ല കാരണവും പറഞ്ഞേക്ക്. അവർ സന്ധ്യാഭക്ഷണം ഉദ്ദേശിക്കുമ്പോൾ നീ അവരെ ഉറക്കുക. നമ്മുടെ അതിഥി കടന്നു വന്നാൽ വിളക്കണയ്ക്കുക. നാം തിന്നുന്നതായി അഭിനയിക്കുക. അടുത്ത പേജ് നോക്കൂ. അവരെല്ലാവരും ഇരുന്നു. അതിഥി ഭക്ഷണം കഴിച്ചു. അവർ 2 പേരും വിശന്നവരായി രാത്രി കഴിച്ചു കൂട്ടി. പ്രഭാതമായപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. നബി തങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി അതിഥിയോട് നിങ്ങൾ ചെയ്തത് കണ്ട് അള്ളാഹു അത്ഭുതപ്പെട്ടു പോയി. ഇനി അവസാനത്തെ പാരഗ്രാഫിന്റെ അർത്ഥം നോക്കാം. ഈ ഉദാരമതികളായ സ്വഹാബി വര്യനിലേക്കും തൻ്റെ ഭാര്യയിലേക്കും നീ നോക്കുക. ഈ മഹത്തായ സ്വഭാവ ഗുണത്തിന് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അത് അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ അതിഥിയെ സൽക്കരിക്കട്ടെ. ഈ നഹ്വിന്റെ ഭാഗത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അൽ ജുംലത്തുൽ ഇസ്മിയ. കലാം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമുള്ള വാക്യമാണ്. വാക്യം ഇസ്മിയ ആയതും ഫിഇലിയ ആയതുമുണ്ട്. ജുംലത്തുൽ ഇസ്മിയ എന്നത് മുബ്തദഉം ഖബറും ചേർന്നതായ വാക്യമാണ്. ഫിഇലിയായ ജുംല എന്നത് ഫിഇലും ഫാഇലും ചേർന്നതായ വാക്യമാണ്. ഇനി അടുത്തത് അൽ അംസില, ഉദാഹരണങ്ങൾ നോക്കാം. അൽ ജുംലത്തുൽ ഫിഇലിയ, ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന 3 ഉദാഹരണങ്ങളും ഫിഇലും ഫാഇലും ചേർന്നതായ വാക്യമാണ്. ഒന്നാമത്തത് നോക്കൂ, ജാഅ റജുലുൻ. രണ്ടാമത്തത് യഅ്കുലു ലൈഫ്. മൂന്നാമത്തത് ലാ യുഫ്ലിഹുൽ കസ്ലാൻ. ഇപ്പുറത്ത് അൽ ജുംലത്തുൽ ഇസ്മിയ, ഇതിൽ മുബ്തദഉം ഖബറും ചേർന്നതായ വാക്യമാണ് കൊടുത്തിരിക്കുന്നത്. 1 അൽ ലൈഫു ജാഇഉൻ. 2 അശ്ശംസു ത്വാലിഅത്തുൻ. 3 അൽ ഹർറു ഷദീദ്. ജുംലത്തുൽ ഇസ്മിയയിൽ
നാം കണ്ട 3 ഉദാഹരണങ്ങളും വ്യക്തമായി ഇവിടെ കൊടുത്തിരിക്കുന്നു. ലൈഫ് എന്നത് മുബ്തദ മർഫൂ ആണ്. ജാഇഉൻ എന്നത് ഖബർ മർഫൂ ആണ്. രണ്ടാമത്തത് ഷംസ്, ഇത് മുബ്തദ മർഫൂ ആണ്. അതേ വാക്യത്തിൽ തന്നെ ത്വാലിഅത്തുൻ എന്നത് ഖബർ മർഫൂ ആണ്. മൂന്നാമത്തതിൽ ഹർറു എന്നത് മുബ്തദ മർഫൂ ആണ്. അതേ വാക്യത്തിൽ തന്നെ ഷദീദുൻ എന്നത് ഖബർ മർഫൂ ആണ്. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. അക്രിം, അക്രിമ, അക്രിമോ, അക്രിമി, അക്രിമ, അക്രിംന. അല്ലിൽ, അല്ലില, അല്ലിലോ, അല്ലില്ലി, അല്ലില, അല്ലിൽന. നവ്വിം, നവ്വിമ, നവ്വിമോ, നവ്വിമി, നവ്വിമ, നവ്വിംന. അത്ഫി, അത്ഫിഅ, അത്ഫിഒ, അത്ഫിഇ, അത്ഫിഅ, അത്ഫിഅന. അരി, അരിയ, അറു, അരി, അരിയ, അരീന. അടുത്ത പ്രവർത്തനം നക്തുബുൽ മഅന. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എഴുതണം. മജ്ഹൂദുൻ, റഹ്ലുൻ, ഖൂത്തുൻ, അഷാഉൻ, താവിൻ, സനീഉൻ, സുലൂഖ്, സിറാജ്. ഈ വാക്കുകളുടെ അർത്ഥം ഇപ്പോൾ നോക്കാം. മജ്ഹൂദുൻ, അർത്ഥം വിശന്നു വലഞ്ഞവൻ. റഹ്ലുൻ, ഇതിന്റെ അർത്ഥം വീട്. ഖൂത്തുൻ, ഇതിന്റെ അർത്ഥം ഭക്ഷണം. അഷാഉൻ, അത്താഴം. താവിൻ, വിശന്നവൻ. സനീഉൻ, പ്രവർത്തനം. സുലൂഖ്, പെരുമാറ്റം. സിറാജുൻ, വിളക്ക്. അടുത്ത പ്രവർത്തനം നക്തശ്ഫു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. 1. ഇന്നി മജ്ഹൂദുൻ, ഇത് ആരോട് എപ്പോൾ പറഞ്ഞോ ആ സന്ദർഭം വ്യക്തമാക്കണം. വിശന്നു വലഞ്ഞ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്ന് പറഞ്ഞ വാക്കുകളാണിത്. 2. അന യാ റസൂലല്ലാഹ്, വിശന്നു വലഞ്ഞു വന്ന ആളെ ചൂണ്ടി ആരാണ് ഇദ്ദേഹത്തെ എന്ന് വിരുന്നൂട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കുകളാണിത്. 3. ഫഅല്ലിലീഹിം ബിശൈഅ, വിശന്നു വലഞ്ഞ തന്റെ വിരുന്നുകാരനെയുമായി വീട്ടിലെത്തിയ അൻസാരി യുവാവ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹത്തെ സൽക്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്നവർ മറുപടി പറഞ്ഞു. ഈ അവസരത്തിൽ അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞ വാക്കുകളാണ്. 4. ലഖദ് അജ്ബല്ലാഹു മിൻ സനീഇകുമാ ബിലൈഫികുമാ ലൈല, അൻസാരിയായ സ്വഹാബിയും അദ്ദേഹത്തിന്റെ ഭാര്യയും തങ്ങളുടെ അതിഥിയെ സൽക്കരിക്കുകയും അന്ന് രാത്രി അവർ വിശന്നവരായി കഴിച്ചു കൂട്ടുകയും ചെയ്തു. പ്രഭാതമായപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞതാണിത്. അടുത്തത് അൽ വാജിബുൽ മൻസിലിയ്യ, ഹോംവർക്കായി ചെയ്യേണ്ട വർക്കാണിത്. 1. നക്തുബു സലാസ ജുമലിൻ ഫിഅലിയ്യ, ജുംലത്തുൽ ഫിഅലിയ്യയ്ക്ക് 3 ഉദാഹരണങ്ങൾ എഴുതണം. 1. ജാഅ റജുലുൻ. 2. യഅകുലുൽ ലൈഫ്. 3. ലാ യുഫ്ലിഹുൽ കസ്ലാൻ. 2. നക്തുബു സലാസ ജുമലിൻ ഇസ്മിയ്യ, ജുംലത്തുൽ ഇസ്മിയ്യയ്ക്ക് 3 ഉദാഹരണങ്ങൾ എഴുതണം. 1. അൽ ലൈഫു ജാഇഉൻ. 2. അശ്ശംസു ത്വാലിഅത്തുൻ. 3. അൽ ഹർറു ഷദീദ്. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.